ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമുക്ക് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ പാർട്ട് 1 സെക്ഷനിൽ നിന്ന് പഠിക്കേണ്ട എല്ലാ തിയറി പ്രോബ്ലംസ്, അതായത് തിയറി ക്വസ്റ്റ്യൻസ് മിസ്സേൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തിയറി നിങ്ങൾ നന്നായി പഠിക്കുക. ഈ ഒരു PDF ടാമസിൻ്റെ ഒരു വീഡിയോ നല്ലപോലെ കാണാം. അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനും ഇതുപോലൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അവരും അത് നന്നായി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പാർട്ട്ണർഷിപ്പിൽ നിന്ന് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പഠിക്കുക. when two or more person join to set up a business and share the profit or loss, it's said to be a partnership. അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അത് പ്രകാരം ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതുപോലെ തന്നെ അതിലെ പേഴ്സൺസിന് നമ്മൾ പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി നോൺ ആസ് ഫേം എന്നും വിളിക്കുന്നു കേട്ടോ. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇതിലെ ഓൾസോ കോൾഡ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇതിൻ്റെ കണ്ടന്റ് നോക്കണം കേട്ടോ. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടന്റ്: നെയിം ഓഫ് ദി ഫേം, നെയിം ഓഫ് ദി പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, പ്ലേസ് ഓഫ് ബിസിനസ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 5 തന്നെ മതി. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? അതിന് മുന്നേ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. എഗ്രിമെൻറ്റ് വേണം, പ്രോഫിറ്റ് ഷെയറിംഗ് വേണം, ലയബിലിറ്റി, പാർട്ട്ണർഷിപ്പ് എന്തായാലും മസ്റ്റ് ബി ലോഫുൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെഴുതാവുന്നതേ ഉള്ളൂ. ദെൻ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ റൂൾ നോക്കാം. പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ 6%. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് എക്സാമിന് ചോദിക്കാം, ഫ്ലക്ച്വേറ്റിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ടുകൾ ഏതൊക്കെയാണ്? ബാലൻസിങ് ഫിഗർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റിൻ്റെ ഷെയർ. ഡെബിറ്റ് സൈഡിലോ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലോസിൻ്റെ ഷെയർ കേട്ടോ. ദെൻ ഡിഫറൻസ് പഠിക്കാം. ഫിക്സഡും ഫ്ലക്ച്വേറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഫിക്സഡിൽ 2 അക്കൗണ്ടാണ്, ഫ്ലക്ച്വേറ്റിങ്ങിൽ 1 അക്കൗണ്ടാണ്. ഫിക്സഡിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുക. നമ്മൾ ഫ്ലക്ച്വേറ്റിങ്ങിലെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതുക. പിന്നെ ബാലൻസ് നമുക്ക് ഇവിടെ റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. ഒന്നുകിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ വിഡ്രോവൽ നടത്തുമ്പോഴാണ് അതിൻ്റെ ക്യാപിറ്റൽ ചേഞ്ച് ആവുക കേട്ടോ. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഫിക്സഡിലെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് തന്നെ ആയിരിക്കും. ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് പഠിക്കുക. ചിലപ്പോൾ നമ്മളോട് ട്വിസ്റ്റിനെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് എഴുതാനാവും നമുക്ക് വരിക. അപ്പോൾ ഏതൊക്കെയാണ്? പ്രോഫിറ്റിൻ്റെ, ലോസിൻ്റെ ഷെയർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതൊക്കെ. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പ്രോഫിറ്റും മാത്രമേ വരുള്ളൂ. ദെൻ ഒരു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കണ്ടോ, നമ്മൾ പ്രോഫിറ്റ് കൊടുക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക, ഒരേ എമൗണ്ടുകൾ ഉണ്ടാവുള്ളൂ. സാലറി കൊടുക്കുക, ക്യാപിറ്റലൊക്കെ കൊടുക്കുക. ദെൻ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലിൽ കാണാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലാണ് തരാം. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അതേ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ്. അതായത് ചിലപ്പോൾ നമുക്ക് മേ ബി അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് കൊണ്ട് തരും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുക, വിഡ്രോവൽ നടത്തുമ്പോൾ ലെസ് ചെയ്യുക കേട്ടോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ആവറേജ് പീരീഡ് പഠിക്കാം. മന്ത്ലി വിഡ്രോവൽ ആണെങ്കിൽ 6.5, 6, 5.5, അതായത് ബിഗിനിങ്, മിഡിൽ, എൻഡ്. ക്വാർട്ടർലി ആണെങ്കിൽ 7.5, 6, 4.5 അങ്ങനെയാണ് നമുക്ക് വരാറ്. ക്വാർട്ടർലി ആണെങ്കിൽ ഇൻറ്റു 4 ചെയ്യാനായിട്ട് മറക്കരുത്. ദെൻ ഒരു 1 മാർക്ക് നോക്കി നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ട്, അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദിസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ചെയ്ത ഫിക്സ്ഡ് മെത്തേഡിൽ കറണ്ട് അക്കൗണ്ടിലാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% നമ്മൾ കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുക എഴുതുമ്പോഴാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളാണ് കണ്ടുപിടിക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല കേട്ടോ. ദെൻ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഒക്കെ കാണിക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുകൂടി നോക്കാം. പിന്നെ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുമ്പോൾ റീകൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ എന്താ? എന്തെങ്കിലും ചേഞ്ച് നമ്മൾ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ പുതുക്കി പണിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പുതുക്കി പണിയേണ്ടി വരിക? അഡ്മിഷൻ നടക്കുമ്പോൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആകുമ്പോൾ, റിട്ടയർമെൻറ്റ് സമയത്ത്, ഡെത്തിൻ്റെ സമയത്ത്. ദെൻ rights of a new partner, then right to share the asset of the firm, right to share the profit of the firm. Then accounting procedure at the time of admission. നമുക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു
അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ചോദിച്ചിരുന്നു. അപ്പോൾ അഡ്മിഷനും കൂടി നോക്കാം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക, സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വില്, റീവാലുവേഷൻ ഓഫ് അസറ്റ് ലയബിലിറ്റീസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ദെൻ വാട്ട് യു മീൻ ബൈ സാക്രിഫൈസ് റേഷ്യോ? എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമിംഗ് പാർട്ട്ണർ, കോൾ സാക്രിഫൈസിംഗ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ദി ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് അബവ് നോർമൽ പ്രോഫിറ്റ്. ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന നമുക്ക് അബ്നോർമൽ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോഴുള്ള നമ്മുടെ ഫേമിൻ്റെ റെപ്യൂട്ടേഷനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാല്യൂ ഓഫ് ഗുഡ് വിൽ 4 എണ്ണെങ്കിലും പഠിക്കാട്ടോ. നേച്ചർ ഓഫ് ബിസിനസ്, ലൊക്കേഷൻ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ഇനി എന്തിനാണ് ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നീഡ് ഫോർ വാലുവേഷൻ അല്ലെങ്കിൽ എനി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഫോളോയിങ് ഗുഡ് വിൽ ഈസ് വാലുവേറ്റഡ്. ഏതൊക്കെയാ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, അമാൽഗമേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. 4 എണ്ണം എന്തായാലും നോക്കാം. ഇനി ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മെത്തേഡുകളുണ്ട്. ആവറേജ് പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നന്നായി പഠിക്കുക. ആവറേജ് പ്രോഫിറ്റിൽ വെയ്റ്റഡ് ആവറേജ് നോക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷനിൽ ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസേഷനും സൂപ്പർ പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസേഷനും നോക്കണം. ആവറേജ് പ്രോഫിറ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് കണ്ടുപിടിക്കാം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ച സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ആവറേജ് പ്രോഫിറ്റിനേക്കാളും കൂടുതലായിട്ടുള്ള എക്സസ് പ്രോഫിറ്റിനെയാണ് സൂപ്പർ പ്രോഫിറ്റിന് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് കണ്ട് എഴുതിയാലും മതി, നമുക്ക് 2 മാർക്കിന് ചോദിക്കും. ദെൻ സൂപ്പർ പ്രോഫിറ്റ് പ്രകാരം നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. മറക്കരുത്, പ്രോബ്ലം കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ജേണൽ എൻട്രീസ് നോക്കുക. ഗുഡ് വിൽ കൊണ്ടുവരുമ്പോഴും ഗുഡ് വിൽ പാർട്ട്നേഴ്സിന് വിധിച്ച് കൊടുക്കുമ്പോഴൊക്കെയുള്ള ജേണൽ എൻട്രി. എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് ചോദിക്കും. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസും അതുപോലെ തന്നെ അസറ്റുകളൊക്കെ റീവാല്യൂ നടത്തിയിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് റീവാലുവേഷൻ അക്കൗണ്ട്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിൻ്റെ കൂടുതൽ കിട്ടണം കേട്ടോ. ദെൻ ഏതൊക്കെ ഇവൻറ്റിലാണ് റീകൺസ്ട്രക്ഷൻ നടത്തേണ്ടത്? അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് എല്ലായിടത്തും നടക്കണം. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് എപ്പോഴാണ് കൊടുക്കുക? അസറ്റ് ഡിക്രീസ് ആവുമ്പോൾ, അതുപോലെ അൺറെക്കോർഡ് ലയബിലിറ്റീസ് ഉണ്ടാവുമ്പോൾ. ക്രെഡിറ്റ് എപ്പോഴാണ് കൊടുക്കുക? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അൺറെക്കോർഡ് അസറ്റ് ഉണ്ടാവുമ്പോൾ. ദെൻ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? അത് ലോസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയുന്നത് എന്തായിരിക്കും? അത് പ്രോഫിറ്റ് ആണ്. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് തയ്യാറാക്കണം? വളരെയധികം ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു. റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം, റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം, റിസർവും പ്രോഫിറ്റുകളും ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തണം, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് അത് സെറ്റിൽ ചെയ്യണം, ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. എന്താ ഗെയിനിങ് റേഷ്യോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. റിട്ടയർമെൻറ്റ് സമയത്തും ഡെത്തിൻ്റെ സമയത്തും നമുക്ക് പ്രോഫിറ്റും ലോസും എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കാം കേട്ടോ. റിസർവ്സ് അക്കൗണ്ട് അറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാവർക്കും കൊടുക്കാം. നമുക്കത് ജേണലിൻ്റെ വീഡിയോയിൽ പറയാം. ദെൻ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് എഴുതുക? ചിലപ്പോൾ ഇതാവും ചോദിക്കുക. വാട്ട് ആർ ദ ഐറ്റംസ് ടു ബി ക്രെഡിറ്റഡ് ഓൺ റിട്ടയറിംഗ് ഓർ ഡെത്ത് പാർട്ട്നേഴ്സ് ഓർ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്? അങ്ങനെയാവും ചോദിക്കുക. ഏതൊക്കെയാണ്? അവരുടെ ക്യാപിറ്റൽ ബാലൻസ്, അവരുടെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വില്, അതുപോലെ തന്നെ റിസർവുകൾ, പ്രോഫിറ്റുകൾ, അക്യുമുലേറ്റഡ് ലോസ് ഡെബിറ്റിൽ കേട്ടോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, കമ്മീഷൻ, സാലറി, അതൊക്കെ നമുക്ക് ക്രെഡിറ്റിൽ കൊടുക്കാം. ഡെബിറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും തന്നെ കൊടുത്താൽ മതി. ദെൻ ഡിഫറൻസ് പഠിക്കുക. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്താണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഡ്മിഷൻ്റെ സമയത്താണ്. ദെൻ എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് എഴുതുക. എന്താ ഗെയിനിങ് റേഷ്യോ? ഇറ്റ് ഈസ് ദ റേഷ്യോ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ. അല്ലെ, പോണ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഷെയർ ചെയ്യണതാണ് ഗെയിനിങ്.
സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോൾ ബാക്കിയുള്ളവർ സാക്രിഫൈസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതാണ്. ഒബ്ജക്റ്റീവ് എന്തിട്ടാ? ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് ഗുഡ് വില് കൊടുക്കാൻ. ഇവിടെ എന്തിനാ? വരുന്ന പാർട്ട്ണറുടെ ഗുഡ് വില് നമ്മൾ വീതിച്ചെടുക്കാൻ. അതാണ് സാക്രിഫൈസ് റേഷ്യോ. പിന്നെ ഇവരുടെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. ദെൻ ഗുഡ് വില് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കണ്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്തത്? റിമൈനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിട്ടയറിങ് പാർട്ട്നേഴ്സ്. അത് നമുക്ക് ജേണലിലാണ് നോക്കാം. പിന്നെ ഒരു ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയണം. സിമ്പിളാണ്, നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. പിന്നെ ഗെയിനിങ് റേഷ്യോ എന്താണ്, സാക്രിഫൈസ് റേഷ്യോ എന്താണ്, അതിൻ്റെയൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസൊല്യൂഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് സിംപ്ലി ക്ലോഷർ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് ഇല്ലാതാവുകയാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുകയാണ്, അസറ്റുകളെല്ലാം വിൽക്കുകയാണ്, ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യാണ്, ബാക്കിയുള്ള ക്ലെയിം അവർ വിധിച്ചെടുക്കുകയാണ്. പല രീതിയിൽ നമുക്ക് ഡിസൊല്യൂഷൻ നടത്താം. ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, കണ്ടിൻജൻസീസ് വന്നു കഴിഞ്ഞാൽ ബൈ നോട്ടീസ്, ബൈ കോർട്ട്. ഇതിലെ ബൈ കമ്പൽസറി ഡിസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തിനാണ് കോർട്ട് എപ്പോഴാണ് ഇടപെടുക അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ദെൻ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഫേം ബിസിനസ് കംപ്ലീറ്റ്ലി ടെർമിനേറ്റ് ചെയ്യുന്നു. അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ നടത്തുന്നു, പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ പുതിയ ബാലൻസ് ഷീറ്റ് ഇല്ല, അസറ്റും ലയബിലിറ്റീസ് ഒക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നില്ല, ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ റീവാലുവേഷനും റിയലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. റീവാലുവേഷൻ എപ്പോഴാണ് നമ്മൾ തയ്യാറാക്കുക? അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് നടക്കുമ്പോൾ. റിയലൈസേഷൻ എപ്പോഴാണ് തയ്യാറാക്കുക? ഡിസൊല്യൂഷൻ്റെ സമയത്ത്. ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ എഴുതുക ഓൺലി ചേഞ്ച് എമൗണ്ട്, ഇൻക്രീസ് ഓർ ഡിക്രീസ് എമൗണ്ട് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് റിവാലുവേഷനിൽ എഴുതുക. റിയലൈസേഷനിൽ നമ്മൾ പെയ്ഡ് അപ്പ് ആൻഡ് റിയലൈസ്ഡ് വാല്യൂ ആണ് എഴുതുക. ബുക്ക് വാല്യൂ എഴുതുകയും ചെയ്യും, റിയലൈസ്ഡ് വാല്യൂ എഴുതും. ദെൻ കമ്പൽസറി ഡിസൊല്യൂഷൻ എപ്പോഴാണ് വരിക? അത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എല്ലാ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ അതിലൊരു പാർട്ട്ണർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഇൻസോൾവെൻറ്റോ ഇൻകമ്പറ്റൻറ്റോ ആയിട്ടുണ്ടെങ്കിൽ, അതായത് അവർ പാപ്പറായിട്ടുണ്ടെങ്കിൽ, ബിസിനസ് ഓഫ് ദി ഫേം ബിക്കം ഇല്ലീഗൽ ബിസിനസ് ആണ് നടത്തുന്നത് എങ്കിൽ, പിന്നെ സം ഈവൻ ടേക്സ് പ്ലേസ് വിച്ച് മേക്സ് അൺലോഫുൾ ഫോർ ദ പാർട്ട്ണർ ടു ക്യാരി ദ ബിസിനസ്. അതായത് ചിലത് ലോഫുൾ അല്ലാത്ത കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൊല്യൂഷൻ നടത്താം, കമ്പൽസറി. ദെൻ അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ്റെ സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ബിസിനസ് ഇല്ലീഗലായാൽ നമ്മൾ എന്താ ചെയ്യുക? കമ്പൽസറി ഡിസൊല്യൂഷനാണ്. എഗ്രിമെൻറ്റും നോട്ടീസും കോർട്ടൊന്നും അല്ല കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഇസ് നോട്ട് ക്ലോസ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിയലൈസേഷൻ? ക്യാഷ് അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രോബ്ലം നോക്കുമ്പോൾ ആലോചിച്ചാൽ മതിയാവും. കാരണം അതിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ടുകളോ റിസർവുകളോ ക്യാപിറ്റലുകളോ മാറ്റില്ല, ബാക്കിയുള്ള എല്ലാ അസറ്റ് ലയബിലിറ്റീസ് ആണ് മാറ്റാം. ദെൻ ബിസിനസ് കംപ്ലീറ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഡിസൊല്യൂഷൻ ബൈ ഫേം ആണ്. പിന്നെ ഡിസൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് ടേക്ക് ഓവർ ചെയ്ത ജേണൽ എൻട്രി നോക്കാം, നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾ നോക്കണം. ഡിഫറൻസുകൾ ഇതിലെ സാക്രിഫൈസ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോയുടെ ഡിഫറൻസും കൂടി നോക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിഫറൻസും നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് വരും. പാർട്ട്ണർഷിപ്പ് ഓഫ് ഫേം, പാർട്ട്ണർഷിപ്പ്, റിവാലുവേഷൻ, റിയലൈസേഷൻ, ഫിക്സ്ഡ്, ഫ്ലക്ച്വേറ്റിംഗ്, സാക്രിഫൈസിങ് ആൻഡ് ഗെയിനിങ് റേഷ്യോ, ഇത് തമ്മിലുള്ള ഡിഫറൻസും കൂടി നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഓക്കെ എവ്രി വൺ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.